ചൂടിലും കളമുക്കാവിലമ്മയുടെ പാനമഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ്. ക്ഷേത്രത്തിൽ രാവിലെ നടന്ന വിശേഷാൽ പൂജയ്ക്ക് ശേഷം ദേവി നാരായണീയ പാരായണവും സോപാന സംഗീതവും നടന്നു. ഉച്ചയ്ക്ക് നടന്ന പാനപൂര പൂജയ്ക്ക് ശേഷം പാന എഴുന്നള്ളിപ്പിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. കാളി ദാരികയുദ്ധ പുറപ്പാട് കാണാൻ കെട്ടുകാഴ്ചകളായ ഗരുഡനും ഭീമനും പുഴ കടന്ന് കാവിന്റെ മുറ്റത്തെത്തി. കളമ്പൂർ, മുളക്കുളം ധീവര സഭകളുടെ നേതൃത്വത്തിൽ ഗരുഡൻ ഉരുവും വെള്ളൂർ വേദവ്യാസ ധീവര സമാജം ഉരുതുള്ളൽ സമിതിയുടെ നേതൃത്വത്തിൽ ഭീമൻ ഉരുവുമാണ് പാനയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ശ്രീഭദ്രകാളി ഉഗ്രയുദ്ധത്തിലൂടെ ദാരികദാന ദേവേന്ദ്രന്മാരെ നിഗ്രഹിക്കുന്നതിനെ പ്രതീകവൽക്കരിച്ച് നടക്കുന്ന അനുഷ്ഠാന ചടങ്ങുകളാണ് കാവിലെ പാന ഉത്സവം. ചെറിയ പാനയായ ദാരിക സോദരൻ ദാനദേവേന്ദ്രനെ നിഗ്രഹിക്കുന്ന ചടങ്ങുകളാണ് കാവിൽ അരങ്ങേറിയത്. രാവിലെ പാനപ്പുരയിൽ പ്രത്യേകം പൂജകൾ നടന്നു. പൂജകളോടെ ദേവിയുടെ ഭൂതഗണങ്ങളായി മാറിയ പാനക്കാർ പടപ്പുറപ്പാടായി ഉറഞ്ഞുതുള്ളി കാവിന് പ്രദക്ഷിണം വെച്ചതോടെ അന്തരീക്ഷം ആർപ്പുവിളികളിൽ മുങ്ങി. ശേഷം ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പാനക്കഞ്ഞി വിതരണത്തെ തുടർന്ന് ദേവിയെ ചെറിയ പാനയ്ക്കായി എഴുന്നള്ളിച്ചു. 50 പറ അരിയുടെ കഞ്ഞിയും ചക്കപ്പുഴുക്ക്, അസ്ത്രം തുടങ്ങിയ പാരമ്പര്യ വിഭവങ്ങളാണ് ചെറിയ പാനയ്ക്കായി തയ്യാറാക്കിയിരുന്നത്. ദേവിയെ കൂടാതെ അസുരന്മാരോട് യുദ്ധത്തിന് പുറപ്പെട്ട ഭൂതഗണം അസുരന്മാരോട് തോറ്റ് തളർന്നു മടങ്ങിയതും അവർ പിന്നീട് പാനക്കഞ്ഞി കഴിച്ച് വർദ്ധിത വീര്യത്തോടെ ദേവീ സമേതരായി എത്തി അസുരപ്പടയെ യുദ്ധത്തിൽ തോൽപ്പിച്ച് നിഗ്രഹിച്ചുവെന്നുള്ള ഇതിവൃത്തത്തെ അനുഷ്ഠാന രൂപത്തിൽ അവതരിപ്പിക്കുന്നതാണ് പാന എഴുന്നള്ളിപ്പ്. തിരുമറയൂർ രാജേഷ് മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളമാണ് അകമ്പടിയായി എത്തിയത്.